പുന്നപ്ര വയലാർ 79ാമത് വാരാചരണത്തിന്റെ ഇന്ന് സമാപന ദിവസമാണ്. ദീപശിഖ പ്രയാണത്തിന് അവിടെ തുടക്കം കുറിച്ചിരിക്കുന്നു. മുതിർന്ന CPM നേതാവ് ജി സുധാകരനാണ് ദീപശിഖയ്ക്ക് തീ കൊളുത്തി അത്ലറ്റുകളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചത്. ഏതായാലും ഇന്ന് വൈകിട്ട് അവിടെ പൊതുസമ്മേളനം നടക്കാൻ പോകുന്നു. വയലാറിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഈ സമാപന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. കെ ഉമേഷ് കൂടി ചേരുന്നുണ്ട്. ഉമേഷ്, ദീപശിഖ പ്രയാണത്തിന് ആരംഭമായി കഴിഞ്ഞിരിക്കുന്നു. ഉച്ചയോടുകൂടി പല ഭാഗങ്ങളിൽ നിന്നുള്ള ഇത്തരം ദീപശിഖ പ്രയാണങ്ങൾ സംഗമം, വൈകിട്ട് പൊതുസമ്മേളനം. അതെ വിനിഷ, ദീപശിഖ പ്രയാണത്തിന് ഇപ്പോൾ തുടക്കമാവുകയാണ്. മുതിർന്ന നേതാവ് CPMന്റെ മുതിർന്ന നേതാവ് ജി സുധാകരനാണ് ദീപശിഖ കൊളുത്തി അത്ലറ്റുകൾക്ക് ആ ദൃശ്യം തത്സമയം കണ്ടു. ഇനി ഈ പ്രയാണം ഇവിടെ നിന്ന് ഈ വലിയ ചുടുകാടിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പ്രയാണം ആരംഭിക്കുകയാണ്. അത്ലറ്റുകൾ പോകുന്നു. അതിനു പുറകെ നൂറുകണക്കിന് വാഹനങ്ങൾ അകമ്പടിയായിക്കൊണ്ടാണ് വയലാറിലെ ചുവന്ന മണ്ണിലേക്ക് ഈ ദീപശിഖ പ്രയാണം എത്തിച്ചേരുക. വിവിധയിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഈ ദീപശിഖ പ്രയാണം കടന്നു പോവുക. അങ്ങനെ കടന്നു പോകുന്ന ദീപശിഖ പ്രയാണം ഏതാണ്ട് ഉച്ചയോടെ ആയിരിക്കും അവിടെ എത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഉച്ചയ്ക്ക് അവിടെ എത്തിയാൽ വയലാറിൽ ഈ ദീപശിഖ അവിടെ സ്ഥാപിക്കും. അതിനുശേഷം വയലാർ രാമവർമ്മ അനുസ്മരണ സാഹിത്യ സമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട്. അതിനുശേഷം പൊതുസമ്മേളനം. ഈ പുന്നപ്ര വയലാർ വാരാചരണത്തിന് ഒരാഴ്ച കാലം നീണ്ടുനിന്ന പുന്നപ്ര വയലാർ വാരാചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം വൈകിട്ട് 5 മണിക്കാണ് വയലാറിൽ നടക്കുക. അതിനുശേഷം ഈ പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. ഈ ഒരാഴ്ച കാലം നീണ്ടുനിന്ന വാരാചരണത്തിന് ഈ പൊതുസമ്മേളനത്തോടെ സമാപനമാവുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതുപോലെ ഒട്ടേറെ സമര സഖാക്കൾ ഈ അവരുടെ മുൻ തലമുറക്കാരെ അനുസ്മരിക്കാനായി ഇവിടെ ഒത്തുചേരുകയായിരുന്നു. അതാണ് നമ്മൾ കണ്ടത്. എല്ലാവരും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെ രക്തസാക്ഷികളെ അനുസ്മരിച്ചു. ഈ വലിയ ചുടുകാട്ടിൽ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പി കൃഷ്ണപിള്ളയടക്കം പുന്നപ്രയിലെ ധീരരക്തസാക്ഷികളുടെ അടക്കം ഓർമ്മകൾ കുടികൊള്ളുന്ന ഈ വലിയ ചുടുകാട്ടിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് ഈ ദീപശിഖ പ്രയാണം ആരംഭിച്ചത്. ദീപശിഖ പ്രയാണം ഇപ്പോൾ ഇവിടെ നിന്ന് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇനി ഉച്ചയോടെ വയലാറിൻ്റെ മണ്ണിലേക്ക് എത്തും. ഇപ്പോൾ മുൻ മന്ത്രി ജി സുധാകരൻ, മുതിർന്ന നേതാവ് ജി സുധാകരനടക്കം ഇവിടെ നിന്ന് ഈ ദീപശിഖ പ്രയാണം അത് അത്ലറ്റുകൾക്ക് കൈമാറിക്കൊണ്ട് ഇവിടെ നിന്ന് മടങ്ങുകയാണ്. ഇനി ദീപശിഖ പ്രയാണം വയലാറിലെ മണ്ണിലേക്ക് യാത്രയാവുകയാണ്. വിവിധയിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ഉച്ചയോടെ ദീപശിഖ പ്രയാണം അവിടെ എത്തും. ശരി ഉമേഷ്, ഇൻകുലാബ് ഏറ്റുപാടിക്കൊണ്ട് ജനത ദീപശിഖ പ്രയാണത്തിൽ അണിചേരുകയാണ്.